അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ടു ഷജ ഷഫീൻ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറായത്. ടേസ്റ്റ് മാത്രമല്ല, വളരെ സിമ്പിളായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചിടാൻ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ അച്ചാർ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അത് വെക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആ ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കുക. അങ്ങനെ കടുക് പൊട്ടി വരുമ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് എന്നെല്ലാം പറയും, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഈ ഓയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇത് മൂന്നും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇത് മുറിച്ചിടാൻ. നന്നായി വഴറ്റി ചെറിയൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആകെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ മസാലപ്പൊടിയിൽ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുക. നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ച ചെറുനാരങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഈ നാരങ്ങ മുറിച്ചിടാൻ കേട്ടോ. അങ്ങനെ അത് ഒക്കെ മിക്സ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഉപ്പ് ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാൻ. എന്നിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് അത് മുങ്ങുന്ന വിധത്തിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ. ഈ നാരങ്ങ അതിൽ മുങ്ങിക്കിടക്കണം, ആ ഒരു രീതിയിൽ വേണം നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഈ പഞ്ചസാര ചേർക്കുന്നത് നാരങ്ങയുടെ കയ്പ്പ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് ഇട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർത്ത് ഇത് നന്നായി തിളച്ച് വരും. ഈ പരുവത്തിന് ഇങ്ങനെ തിളച്ച് വരും. അത് നമ്മൾ കുറച്ച് തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ സിമ്പിളായ അച്ചാർ ഉണ്ടാക്കാൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് ഇത്. നമ്മൾ ഇങ്ങനെ കൂട്ടാനും ടേസ്റ്റാണ്, പക്ഷേ ബെറ്റർ കുറച്ച് ദിവസം കൂടി വെച്ച് പിന്നെ അതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.